പടം വരയ്ക്കുന്ന പോലെ ഇരുന്ന് ചെയ്യണം. അത് കൈകൊണ്ട് തന്നെ നമ്മളിത് വേറൊരു ഇത് ഉണ്ടാകും നമ്മുടെ ഉണ്ടാകും. മനോഹരമായ നമ്മുടെ ഓട്ടുവിളക്കുകൾ, ഓട്ടുപാത്രങ്ങൾ, വിഗ്രഹങ്ങൾ ഇവയെല്ലാം നിർമ്മിക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട നടവരമ്പുള്ള ബെൽവിക്സ് എന്ന സ്ഥാപനത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. 100 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു യൂണിറ്റാണിത്. ഏവർക്കും സ്വാഗതം ഇന്ത്യൻ വാർത്ത മേഡ് ഇൻ ഇന്ത്യയിലേക്ക്. സ്വർണ്ണവർണ്ണമുള്ള മനോഹരമായ നമ്മുടെ ഓട്ടുവിളക്കുകൾ, ഓട്ടുപാത്രങ്ങൾ, വിഗ്രഹങ്ങൾ, ദീപസ്തംഭങ്ങൾ, വാർപ്പ്, ഉരുളി, അങ്ങനെ അനവധി ഉൽപ്പന്നങ്ങൾ ഓടിൽ നിർമ്മിക്കുന്ന ഒരു യൂണിറ്റിലാണ് ഇന്ന് ഇന്ത്യൻ വാർത്ത മേഡ് ഇൻ ഇന്ത്യയിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ചെമ്പ് പാത്രങ്ങൾ, പിച്ചള പാത്രങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അതും നമ്മുടെ പരമ്പരാഗത രീതിയിൽ തന്നെയാണ് ഇവയുടെയൊക്കെ നിർമ്മാണം എന്നതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് വരുന്നത്. നമ്മുടെ ഓട്ടുപാത്രങ്ങളൊക്കെ മനോഹരമാണ്, സ്വർണ്ണ വർണ്ണമുള്ളതാണ് എങ്കിൽ പോലും ഇതിന്റെ നിർമ്മാണ കാഴ്ചകൾ അത്ര കളർഫുള്ളൊന്നുമല്ല, അല്ലേ ചേട്ടാ? തീയും പുകയും ചൂടും ഒക്കെ ഏറ്റ്, മണ്ണും പൊടിയും ഒക്കെ ഏറ്റ് ഇതുപോലെ ഒരുപാട് പേർ ചൂളയിൽ എന്ന പോലെ ഇരുന്ന് ജോലി ചെയ്താണ് ഇവയൊക്കെ നിർമ്മിച്ചെടുക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് എന്നും അത്തരം കാഴ്ചകളൊക്കെ നമുക്ക് ഇന്ന് വിശദമായി തന്നെ കാണാം. നമസ്കാരം, ഇന്ത്യൻ വാർത്ത മേഡ് ഇൻ ഇന്ത്യയിലേക്ക് സ്വാഗതം. ഇതിപ്പോ എങ്ങനെയാ, നമ്മുടെ തുടക്കം എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിന് ആവശ്യമായി വരുന്നത് എന്നൊക്കെ ഒന്ന് പറയാമോ? അത് ഇവിടുത്തെ മണ്ണും അതേപോലെ തന്നെ കളിമണ്ണും അതേപോലെ തന്നെ ചാണകം, ചാക്ക്, പിന്നെ ഇവിടുത്തെ ഇതൊക്കെ ഇതിപ്പോ എന്താ മണ്ണ്, ദീപസ്തംഭത്തിന്റെ ഒരു കരുവാണ്. ആദ്യം മണ്ണുകൊണ്ട് ഇത് പരത്താം. ഇത് പരത്തി കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ നാരായം എന്ന് പറയും. നാരായം എന്ന് പറയുന്നത് ഇതാണ് നാരായം. ഈ നാരായത്തില് ഇത് ഉറപ്പിക്കുകയാണ്, ഈ മണ്ണുകൊണ്ട് തന്നെ ഉറപ്പിക്കുകയാണ്. അതായത് പശ കൂട്ടി, അതായത് ക്ലേ നന്നായിട്ട് കൂട്ടിയിട്ട് ഇത് ഉറപ്പിക്കുകയാണ്. ഇതേപോലെ തന്നെ ഈ കുഴലുണ്ടാവും. ഈ കുഴൽ ഓരോ നാരായത്തിനനുസരിച്ചായിരിക്കും ഇതിന്റെ ഇതിപ്പോ ഇതിനേക്കാളും വലിയ നാരായത്തിന്റെ കുഴലാണ് പറഞ്ഞ മണ്ണ്. ഈ മണ്ണ് ഈ മണ്ണ് മോൾഡ് ചെയ്യാണ്. അതായത് ഈ നാരായത്തെ മട്ട് കറക്കിയത് ഇപ്പൊ ആ ചേട്ടൻ കാണിക്കുന്ന പോലെ തന്നെ അങ്ങനെ കറക്കി അതിന്റെ ഏറ്റവും അവസാന സ്റ്റേജാണ് ആ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ആവും അല്ലേ? അതേപോലെ ആവും. അതെ. എന്നിട്ട് ഇതിലേക്ക് എവിടെയാ മെഴുക് നമ്മൾ ചെയ്യുന്നത്? മെഴുക് ഇതിന് പുറത്ത്, ഇതിന് പുറത്ത് നമ്മൾ മെഴുക് ചെയ്യാണ്. അപ്പൊ മെഴുക് ചെയ്യുന്നത് ഇപ്പം ഇതൊക്കെ മെഴുക് ചെയ്തതല്ലേ? ഇതൊക്കെ മെഴുക് ചെയ്ത് വെച്ചിട്ട് ഇനി ഇതിന്റെ മുകളിൽ വീണ്ടും നമ്മള് മണ്ണ് അരച്ച് അല്ലേ? ഞാൻ കണ്ടു പേസ്റ്റ് ആക്കി നമ്മള് തേച്ച് പിടിപ്പിക്കുകയാണ്. ഉണങ്ങണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും ഒത്തിരി കൂടി റഫ് ആയിട്ടുള്ള മണ്ണ് പൊതിയും. വീണ്ടും ഉണങ്ങണം. അതെ, അത് ഉണങ്ങിയതിന് ശേഷം വീണ്ടും അതേപോലെ തന്നെ അതിനേക്കാൾ ഒത്തിരി കൂടി റഫ് ആയിട്ടുള്ള മണ്ണ് വീണ്ടും പിടിപ്പിക്കും. അങ്ങനെ ഒരു 3-4 ഇഞ്ച് ലെയർ ചെയ്യും. എന്നിട്ട് പിന്നെ നമ്മളത് ചൂളയിൽ കൊണ്ടുപോയിട്ട് ഉരുക്കിയിട്ട് ആ മെഴുക് ഒക്കെ പോകും. അപ്പൊ മണ്ണൊക്കെ ഞാൻ പഠിച്ചു, എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് മുഴുവൻ കണ്ട് ഞാൻ പഠിച്ചു. പക്ഷെ എളുപ്പമല്ല പരിപാടി. ഇതൊക്കെ മെഴുക് പിടിച്ചത്, ഇത് മെഴുക് പിടിച്ചതാണ്. ഇവിടെ നമ്മള് ഇതിന് കാലെന്ന് പറയാം. ഒരു അസ്ത്രക്കാല് എന്ന് തന്നെ പറയണ്ടേ. അപ്പൊ അത് ഇങ്ങനെ ഒരു ഇത്ര നീളത്തിൽ കൊടുക്കും. അതായത് അതിലൂടെ ഉരുക്കി ഒഴിക്കാൻ. അതെ, ഈ മെഴുക് പോരാനും അതേപോലെ തന്നെ ഓട് ഉരുക്കി ഒഴിക്കാനും വേണ്ടിട്ട് അങ്ങനെ ഇതിങ്ങനെ മണ്ണ് കുഴിച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഇട്ടിട്ടാണ് നമ്മള്
ഓടൊഴിക്കുക, അതെന്താ പൊട്ടാതിരിക്കാനായിട്ട്. ചൂട് ചെല്ലുമ്പോൾ പൊട്ടരുതല്ലോ. അതെ, ഇത് ചൂടാക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊങ്ങല കണ്ടില്ലേ, ആ കൊങ്ങലയ്ക്കകത്ത് മുന്നൊന്ന് ചൂടാക്കും. ഒന്ന് ചൂടാക്കി ആ കാലൊന്ന് കാണാൻ വേണ്ടിയിട്ട് ആ മെഴുക് പോരേണ്ട ആ ഒരു പരുവത്തിലേക്ക് ആക്കിയതിന് ശേഷമാണ് ആ കൊങ്ങല, ആ പുര പോലെ കാണുന്ന അതിലേക്ക് കയറ്റി വയ്ക്കും എല്ലാ കരു. അത് കഴിഞ്ഞാൽ അടിയിൽ തീയിടും, ഒപ്പം ഈ കരുവിന്റെ ഭാഗത്തും തീയിടും. അങ്ങനെയാണ് ഈ മെഴുക് കംപ്ലീറ്റ് പോരുക. അത് കഴിഞ്ഞിട്ട് ഒരു 900 ഡിഗ്രി ചൂട് വേണം കരും അതേപോലെ തന്നെ ഓടും ആവാനായിട്ട്. 900 ഡിഗ്രി അധികം ചൂടാവണം. എന്നിട്ട് വേണം അത് ഓരോന്നും അതേ സമയം തന്നെ 2 സ്റ്റെപ്പാണ് അത്. അത് അടിയില് ഓട് ഉരുകും, മേളില് കരു സെറ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെ പറക്കി വെച്ച് ഓട് ഒഴിക്കും. അതൊക്കെ ഒരു സമയം എടുത്ത് ചെയ്യുന്ന പ്രോസസ്സാണ്. അതെ അതെ. അപ്പൊ അത് സെറ്റ് ആവാൻ എത്ര സമയം എടുക്കും? ഓട് ഒഴിച്ചിട്ട് അപ്പൊ തന്നെ നമുക്ക് ഇല്ല, ഒരു 4-5 മണിക്കൂർ. 4-5 മണിക്കൂർ വെച്ച് പിന്നെ അത് വലിപ്പത്തിനനുസരിച്ചാണ് കേട്ടാ. വലിപ്പം ചെല്ലും തോറും പിറ്റേ ദിവസത്തേക്ക് സമയം വേണം, കൂടുതൽ സമയം സെറ്റ് ആവാനായിട്ട്. പിന്നെ നമ്മുടെ ഈ മണ്ണുമൊക്കെ മാറ്റിക്കളഞ്ഞ് എന്നിട്ട് പിന്നെ വീണ്ടും അത് അവിടുന്ന് തട്ടി മാറ്റി അല്ല തട്ടി പൊട്ടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും രാവി ചീന്ത എന്നുള്ള ഒരു പ്രോസസ്. രാവി ചീന്തി എടുത്ത് പോളിഷ് ചെയ്ത് ഇവിടെ പോളിഷ് ചെയ്തു. ഇവിടെ കടയ. അതായത് രാവി ചീന്തുന്നത് 1-2 ലെയർ ആയിരിക്കും. നമ്മുടെ സ്കിന്ന് പോലെ തന്നെ, നമ്മുടെ തൊലി പോലെ തന്നെ 1-2 ലെയർ അവിടെ കഴിയും. ഇവിടെ അതിന്റെ പൂർണ്ണതയിലേക്ക് ഇവിടെ എത്തും. മോട്ടർമേ അതായത് കടയാന്ന് പറയാ. എന്നിട്ട് പോളിഷ് ചെയ്യും. ഈ സ്വർണ്ണ നിറമാവുന്നത്. എത്ര ദിവസം, എത്ര സമയമൊക്കെ എടുക്കും ഫുൾ പ്രോസസ് കഴിയാൻ? ഒരു വിളക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് 1-2 ആഴ്ച. വാർപ്പ് പറഞ്ഞു അവിടെ കുറെ മാസം. അത് വലിപ്പ വ്യത്യാസമാണ്. ചെറിയ വിളക്കാണെങ്കിൽ 2 ദിവസം കൊണ്ട് ചെയ്യാം. അതായത് നമ്മുടെ പ്രകൃതിയാണ് നമുക്ക് അനുകൂലിക്കേണ്ടത്. പ്രകൃതി ഉണങ്ങാനായിട്ട് സമയം എടുക്കും. എത്ര ജീവനക്കാരുണ്ട് ഇവിടെ ഈ സൊസൈറ്റിയിൽ? ഇവിടെ 45 പേരുണ്ട്. ഇപ്പൊ നമ്മള് ബെൽവിക്സ് ഈ ഒരു ഷോപ്പിലൂടെ നിൽക്കുന്നുണ്ട്. പിന്നെ പുറത്തൊക്കെ കൊടുക്കുന്നുണ്ടോ? പുറത്ത് ഓർഡർ അനുസരിച്ച് കൊടുക്കും. ആളുകൾ ഓർഡർ തരുന്നതനുസരിച്ച് ചെയ്യും. നമുക്ക് എത്ര പ്രൊഡക്ഷൻ മാസം ഇവിടെ അങ്ങനെയൊക്കെ കണക്ക് എത്ര ഉണ്ടാക്കും? ഓട് മാത്രമല്ല, അത് ചോദിക്കാൻ വിട്ടുപോയി. ഓട് പിച്ചള ഉണ്ട് അല്ലേ? ഓട്, പിച്ചള, ചെമ്പ് എല്ലാം ഉണ്ട്. പിച്ചള ഷീറ്റുകൾ, ഈ പിച്ചള പൊതിയാനൊക്കെ വേണ്ടി. പിന്നെ പഞ്ചലോകം. എങ്ങനെയുണ്ട് ഈ ഒരു ഇപ്പൊ നമ്മള് ഇപ്പൊ പുതിയ ആധുനിക മെഷീൻസ് ഉപയോഗിച്ചൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷെ നമ്മളിപ്പോഴും ആ ഒരു പരമ്പരാഗത രീതി തുടർന്നു പോരല്ലേ? അപ്പൊ എങ്ങനെയുണ്ട്? ഇത് ഒരു എക്കണോമിക്കലാണോ, ലാഭകരമാണോ? അത് ലാഭകരം തന്നെയാണ്. അതായത് ചില സമയങ്ങളിൽ ഓർഡർ കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ഷോപ്പിൽ വന്ന് ഇതിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഇതിന് ഇത്ര വിലയോ എന്ന് തോന്നും. പക്ഷെ അതിന്റെ ഈ ഒരു പിന്നാമ്പുറ കാഴ്ചകൾ കാണുമ്പോഴാണ് എത്ര പേരുടെ എത്ര ദിവസത്തെ അധ്വാനമാണ് അല്ലെ, ചൂടും ഒക്കെ ഏറ്റിട്ടുള്ള ഒരു അധ്വാനമാണ്. ഒരുപാട് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പ്രോസസ്സാണ്, വളരെ ശ്രദ്ധിച്ച് എന്താ പറയാ. പക്ഷേ ഇതൊക്കെ ഇത്രയ്ക്കും തന്നെ ഉണ്ടെങ്കിലും ഇവിടുത്തെ തൊഴിലാളികൾക്ക് ഇപ്പോഴും അതിൻ്റെതായിട്ടുള്ള, അതായത് ഇവിടുത്തെ അധ്വാനത്തിന്റെ വാല്യൂ ഇവിടുത്തെ തൊഴിലാളികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. കാരണം നമുക്ക് ഇതിനൊക്കെ ഒരു പരിധി ഉണ്ട്. ഇപ്പൊ എത്ര വില കൂട്ടി കൊടുക്കാൻ പറ്റുമല്ലേ? പക്ഷെ ഇത് മെഷീൻ മെയ്ഡ് ധാരാളം വരുന്നുണ്ടല്ലോ. അതെ, അതാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത്. ഈ മെഷീൻ മെയ്ഡാണ് ഇതിന്, അതായത് ശരിക്കും ഞങ്ങളുടെ അധ്വാനം കാണാതെ പോകുന്നതും ആ ഒരു മെഷീൻ മെയ്ഡാണ്. കാരണം മെഷീൻസ് ഉപയോഗിച്ചത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും പണിയില്ല, അത്ര അധ്വാനമില്ല, അത്ര സമയമില്ല. ഇത് കംപ്ലീറ്റ് ഇവര് കൈ വെച്ചാണ് ചെയ്യുന്നത്. മണ്ണ് പൊത്തലും ഇതിൽ ഈ പറഞ്ഞ മെഴുക് തേച്ച് പിടിപ്പിക്കലും ശരിക്കും ഒരു വളരെ ഒരു കലാപരമായ ഒരു പരിപാടി കൂടിയാണ് അതൊക്കെ അതിൽ വെക്കുന്നതും എല്ലാം. അപ്പൊ ശരിക്കും വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ രൂപങ്ങളൊക്കെ നമ്മൾ വരച്ച് വരുന്ന പോലെ അല്ലെ, ഓരോരുത്തരും അത് അത്രയും മൈന്യൂട്ടായി ഫീച്ചേഴ്സ് ഒക്കെ അത്രയും ആയിട്ട് ചെയ്യണം. അപ്പോൾ ഒരുപാട് സമയവും എഫേർട്ടും ഒക്കെ ഉള്ള ഒരു തൊഴിലാണ്. എന്തായാലും വളരെ സന്തോഷം. ശരിക്കും നമ്മൾ ഈ മനോഹരമായ വിളക്കുകളൊക്കെയാണ് തിളങ്ങി നിൽക്കുന്നത് കാണുന്നത്. അതിനപ്പുറം ഇതുപോലെ കരിയൊക്കെ പിടിച്ച് ചൂടൊക്കെ കൊണ്ട് ഉള്ള ഒരു അധ്വാനം പലപ്പോഴും കാണുന്നില്ല, അറിയുന്നില്ല. അപ്പോൾ അത്തരം ഒരു അവസരമാണ് ഇന്ന് ഇന്ത്യൻ വാർത്ത മെയ്ഡ് ഇൻ ഇന്ത്യ നിങ്ങൾക്കായി ഒരുക്കിയത്. ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു നിർമ്മാണ കാഴ്ചയുമായി വീണ്ടും കാണാം. നമസ്കാരം.